അൽഹംദുലില്ലാ നോമ്പ് അവസാനിച്ച് വലിയ ഒരു ആഘോഷത്തിലേക്ക് തന്നെ ഇസ്ലാമിക സമൂഹം പ്രവേശിക്കുകയാണ്. മാനവികമായ ആലോചനകൾ പ്രയാസപ്പെടുന്നവരോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു മാസം വലിയ ത്യാഗം തന്നെ എടുത്താണ് ആളുകൾ ഈ വലിയ ചൂടുകാലത്ത് നോമ്പ് അനുഷ്ഠിച്ചത്. ആ നോമ്പ് കഴിഞ്ഞ് ഒരാഘോഷത്തിലേക്ക് വരുമ്പോൾ ആഘോഷം എന്നത് ഇസ്ലാമിൻ്റെ മതപരമായി തന്നെ ഒരു പാർട്ടായിട്ട് മാറുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ നോമ്പൊക്കെ നോറ്റ് വലിയ ത്യാഗമൊക്കെ കഴിഞ്ഞിട്ട് ആഘോഷമാണോ വേണ്ടത്, അങ്ങനെ ആഘോഷിക്കുകയാണോ വേണ്ടത് എന്ന് തോന്നിപ്പോകും ചിലപ്പോൾ. പക്ഷേ ഈ ആഘോഷം കൂടി ഈ മതബോധത്തിൻ്റെ തന്നെ ആത്മീയ ബോധത്തിൻ്റെ തന്നെ ഭാഗമാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു സൗന്ദര്യവും അതിൻ്റെ ഒരു ചേർച്ചയും വല്ലാത്തൊരു രസമാണെന്ന് തോന്നുന്നു. അതെ 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 കാരണം നമ്മൾ ചെറിയ ആഘോഷമല്ല, ഒരു വൻ വിജയാഘോഷമാണ് പെരുന്നാളിൽ നടക്കുന്നത്. വലിയൊരാഘോഷം തന്നെയാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ നാൾ എന്നാണല്ലോ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദം. അങ്ങനെ പെരും പാമ്പ് എന്നല്ല അതെ പറഞ്ഞാൽ വലിയ ആഘോഷം എന്ന് പറയാൻ പറ്റുന്ന ഒരു നാളാണ് പെരുന്നാൾ. കാരണം ചരിത്രത്തിൽ ലോകത്തെവിടെയും നടക്കാത്തൊരു വിജയമാണ് ശരിക്ക് റമദാനിൽ സംഭവിച്ചേക്കുന്നത്. നമ്മുടെ രണ്ട് ശത്രുക്കളെ, ഇബ്ലീസിനെയും ഹവൻ നഫ്സിനെയും തടീച്ചയെയും തോൽപ്പിച്ച് പൊതുവെ തിന്നണം, കുടിക്കണം, ഉറങ്ങണം, രസിക്കണം, അടിച്ചു പൊളിക്കണം, ഇതിനെ മുഴുവനും തോൽപ്പിച്ച് ചായ വേണം, കാപ്പി വേണം, ജ്യൂസ് വേണം, എല്ലാത്തിനും വെയിൽ കാലത്ത് ഒതുക്കി പിന്നെ വേറെ എവിടെയും സംഭവിക്കാത്ത ശത്രുവിനെ കീഴ്പ്പെടുത്തൽ, മലർത്തിയടിക്കൽ പരിപാടിയാണ് 30 ദിവസം സാധിച്ചത്. അതിൻ്റെ ഒരു അൽഹംദുലില്ലാ ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആഘോഷം തന്നെയാണ്. ശരിക്കും ആഘോഷം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു ഭൗതികമായ ശത്രുവിനെ തോൽപ്പിക്കുന്ന പോലെ അല്ലല്ലോ, നമ്മൾ തന്നെ നമ്മളിലെ ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊരാളെ ശത്രുവിനെ ചൂണ്ടി തോൽപ്പിക്കാൻ എളുപ്പമാണ്. അടുത്തുള്ള ശത്രുവിനെ കാണുക, തോൽപ്പിക്കുക, അതാണ് ഏറ്റവും വലിയ സമരം എന്നല്ലേ ഹദീസും പരിചയപ്പെടുത്തി. അതെ ജിഹാദുൻ അക്ബർ. വലിയ സമരം എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിലെ ശത്രുവിനെ. ഇപ്പോൾ എന്തൊക്കെ പിന്നെ പാതിരാക്കി എഴുന്നേറ്റു, ദീർഘനേരം രാത്രി നിസ്കരിച്ചു, നല്ല സൗന്ദര്യമുള്ള കാഴ്ചകളാണ്, ഭയങ്കര സംഭവമല്ലേ അത്. എന്നിട്ട് അൽഹംദുലില്ലാ എനിക്ക് കഴിഞ്ഞ റബ്ബേ എനിക്കൊന്നൊരു സന്തോഷം ഉണ്ടെന്നുള്ള അത് ശരിക്കും പെരുന്നാൾ ആഘോഷിക്കുക തന്നെ വേണ്ടത്. ശരിക്കും ആഘോഷിക്കണം, മനസ്സറിഞ്ഞ് ആഘോഷിക്കണം. ആഘോഷം സംഭവം. പക്ഷെ ആ ആഘോഷത്തിലും പറയുന്നൊരു വർത്താനം ഉണ്ടല്ലോ, ഇതിനൊക്കെ എനിക്ക് തൗഫീഖെന്ന് എൻ്റെ റബ്ബുണ്ട്. അതാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ തക്ബീറിൻ്റെ ഉള്ളിലുള്ള രസം ഉള്ള ആശയം അതാണ്. എന്താര് തോൽപ്പിച്ചാലും ജയിച്ചാലും എനിക്ക് ഈ കഴിവ് തന്നത് അല്ലാഹുവാണ്. കാരണം ഇതേ റമദാൻ തന്നെ പലരും വേണ്ടാത്തരത്തിലായി ജീവിച്ചിട്ടുണ്ട്. ഈ ഉമ്മത്തിന് അൽഹംദുലില്ലാ നമുക്ക് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ റബ്ബേ, നീയാണല്ലോ ആ കഴിവ് തന്നത് എന്നതുകൂടിയാണ് അല്ലാഹു അക്ബർ എന്ന സയ്യിനു അയ്യാദക്കും ബി തക്ബീർ നാം. നിങ്ങളെ തക്ബീർ കൊണ്ട് പെരുന്നാളിനെ ഭംഗിയാക്കണം. അത് ആലോചനയുടെ ഒരു ഭംഗി കൂടിയാണ്. നമ്മളിതൊക്കെ വിജയിച്ചപ്പോഴും ഞാൻ വിജയിച്ചു എന്ന് പറയുന്നിടത്തുള്ള ഒരു ഞാൻ വിജയിച്ചു എന്നെങ്ങനെ പറയാ, അല്ല ഞാനല്ല, യഥാർത്ഥത്തിൽ അള്ളാഹു തന്ന ഒരു ഉറപ്പന്നല്ലേ നമുക്ക്. അല്ലെങ്കിൽ ഞാൻ എന്ന് പറയാനുള്ള ഒരു അവകാശം ഇല്ലല്ലോ. ഉദാഹരണത്തിന് ഈ അത്താഴത്തിനുള്ള ഫുഡ് അല്ലാഹു തന്നു, ഇഫ്താറിനുള്ള ഫുഡും അല്ലാഹു തന്നു. ഇനി ചില നാട്ടിൽ മുത്താഴമൊക്കെ ഉണ്ടാവും, അതും അല്ലാഹു തന്നു. എന്നിട്ട് ഈ പകൽ മുഴുവൻ പിടിച്ചേക്കാനുള്ള ശക്തിയും അല്ലാഹു തന്നു. എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് കൂലി ഞാൻ തരാം. എന്താ നമുക്കല്ലേ അവർക്ക് ശരിക്കും അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കരഞ്ഞു പോകും. അതാണ് അല്ലാഹു അക്ബറിൻ്റെ ഒരു ഭയങ്കര രസമുള്ള വർത്താനം. അങ്ങനെയാണ് ഒരു പെരുന്നാൾ. അപ്പോൾ മനസ്സറിഞ്ഞ് ആഘോഷിക്കണം. അപ്പോൾ അങ്ങനെ ശരിക്കും ആഘോഷമായിട്ട് തന്നെയാണ് പെരുന്നാളിനെ കൊണ്ടുപോകുന്നത്. അപ്പോഴും യഥാർത്ഥത്തിൽ ഈ വിജയത്തിൻ്റെ ആഘോഷമാണ് അല്ലേ, ഈ മാനവിക ബോധം ഒരുപാട് ആളുകളോടൊപ്പം ചേർന്ന് നിന്നു എന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും ഞാൻ നോറ്റു കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മുടെ നാടുകളിലെ എല്ലാവരും, യുവാക്കളും വൃദ്ധന്മാരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരേപോലെ ഒരു മാസം ഒരു പരിശ്രമത്തിൽ ഏർപ്പെടുകയാണ്. മറ്റു പല പരിശ്രമങ്ങളും പലപ്പോഴും കുറച്ച് ചെയ്യുന്നവരും കൂടുതൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഈ നോമ്പ് കേൾക്കാൻ എല്ലാവരും ഇപ്പോൾ ഒരേ നോമ്പ് തന്നെയാണല്ലോ കേൾക്കുന്നത്. ശരിക്കും അത് നമ്മളെ മതത്തിൻ്റെ ഒരു ധൈര്യം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ പള്ളിയിലെ മുഖ്യ ഉസ്താദ്
പിന്നെ ഉസ്താദ്മാരൊക്കെ മഗ്‌രിബ് വരെ നോമ്പെടുക്കണം. ബാക്കിയുള്ളവർ ഉച്ച പിന്നെ ചെറിയ ചെറിയ മുതലാളിമാരൊക്കെ ഉച്ചവരെ. വലിയ ടീമൊക്കെ ഉണ്ടാവില്ല, ഓരോരു നോമ്പ് നോക്കുന്ന പോലെയെങ്കിലും ഒപ്പിക്കണം. അങ്ങനെയില്ല, വല്ലാത്തൊരു സൗന്ദര്യമുള്ളൊരു നോമ്പ്. അതാണ് ഭയങ്കര. മാത്രമല്ല ഇതിൻ്റെ ഒരു ആഘോഷവേളയിൽ നോക്ക്. അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ സ്വന്തം മകളുടെ കല്യാണത്തിൻ്റെ വിവരം പറയാൻ വേണ്ടിയിട്ട് വേറൊരു വീട്ടിലേക്ക് പോവാണ്. 18-ാം തീയതിയാണ് മോളെ കല്യാണം. ആ മനസ്സിലെ സന്തോഷം ആ വീട്ടുകാർക്കും നമുക്കും ഉണ്ടാവണമെങ്കിൽ ആ വീട്ടിൽ ഒരു 24 വയസ്സുള്ളൊരു പെൺകുട്ടി രോഗത്തിലായിട്ട് കാലങ്ങളായി കിടക്കുന്നു. അവളെ കാണലോടുകൂടി നമ്മളെ സന്തോഷം കുറച്ചൊന്ന് ഡൗൺ ആവും, ഉറപ്പാണല്ലോ. ഇപ്പോൾ നമ്മളെ ഭാര്യ പ്രസവിച്ചു, അപ്പോഴാണ് ഒരു ന്യൂസ് വരുന്നത്, പിന്നെ പൂർണ്ണ ഗർഭിണി, പിന്നെ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് മരണപ്പെട്ടു. അപ്പോൾ നമ്മൾ ആ പ്രസവം കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ, കുട്ടീനെ കിട്ടിയത് കുറച്ചൊന്ന് കുറയും. നമുക്ക് ആ മരിച്ച കുട്ടിയെ ഇങ്ങനെ മനസ്സിൽ വരും. അതേ സമയത്ത് നമ്മൾ ഈ പെരുന്നാൾ ആഘോഷത്തിലൊരു നീതി വേണമെന്ന് അള്ളാ പറയണം. അതുകൊണ്ട് കൂടിയാണ് ഈ ഫിത്തർ സക്കാത്ത് കടന്നു വരുന്നത്. ഏത് ദിവസം തിന്നാനില്ലാത്ത അവസ്ഥ ഉണ്ടായാലും ഇന്ന് ആർക്കും അതുണ്ടാവരുത്. ഇന്ന് എല്ലാവരും ആഘോഷിക്കണം. ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമാണ് സമയം. ഖുത്തുബയിലൊക്കെ ഉണ്ടല്ലോ, പെരുന്നാൾ ഖുത്തുബയിൽ യൗമ അക്കിലിൻ വ ഷുർബിൻ, തിന്നണ്ടിയും കുടിക്കേണ്ടിയും ദിവസമാണിത്. അപ്പോൾ ഒരു പിന്നെ ഞാൻ എന്ന് പറയുന്ന ഒരു ചിന്തയില്ലാത്ത, എന്നാൽ എനിക്കിതൊക്കെ തന്നത് റബ്ബാണ് എന്ന ബോധം വരുന്ന, മാനവികതയെ ഉൾക്കൊള്ളുന്ന ഒരാഘോഷം. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഇഫ്താറിൽ കുറേ വിഭവങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കുന്ന മനുഷ്യനുണ്ട്. അപ്പോഴും ഉള്ളിലൊരു അല്ലാഹു അക്ബർ നിറഞ്ഞു നിൽക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ കൊടുത്തൊന്നും ചിന്തിക്കാൻ പാടില്ല. ഞാനൊരു നാട്ടിൽ ഇന്നാൾ ഒരു ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുന്ന് ഒരാൾ പറഞ്ഞു, അവിടെയുള്ള ഒരാൾ എല്ലാ പള്ളികളിലും ആവശ്യമുള്ള ഇഫ്താർ ആവശ്യമുള്ളവരുടെ കണക്കെടുക്കുകയാണ്, എന്നിട്ട് അത് മുഴുവൻ അയാൾ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ഓർഡർ ചെയ്താൽ മതി, എത്ര വേണം അത്രയും എത്തിച്ചു തരാം. അത് വല്ലാത്തൊരു കൊടുക്കലിൻ്റെ ഒരു മാസം തന്നെയാണ് കഴിഞ്ഞത്. അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പങ്കെടുത്ത ഒരു ഇഫ്താറിൽ 850 ആളുടെ ഇഫ്താർ ഒരാൾ ഏറ്റെടുത്തു പോയത്. നമ്മൾ SSF കീഴിൽ തന്നെ ഈ ക്യാമ്പസ് ഇഫ്താറൊക്കെ നടന്നല്ലോ, ഡെയിലി ഇഫ്താറുകളൊക്കെ നടന്നു. എത്ര വീടുകളിൽ നിന്നും ആളുകളൊക്കെ അധ്വാനിച്ചത്, വല്ലാത്തൊരു അധ്വാനമാണ്. അതിൻ്റെ ഒരു മനസ്സ്, അതിനൊക്കെ കിട്ടിയ ഒരു തൗഫീഖിൻ്റെ ഒരു അല്ലാഹു അക്ബർ കൂടി ആയിരിക്കണം. അല്ലാഹു അക്ബർ. കാരണം ഒരു 50 പത്തിരി ചുട്ടിട്ട് ഇഫ്താറിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു പെണ്ണുങ്ങൾ ചിന്തിക്കുകയാണ്, അപ്പുറത്തെ വീട്ടിലുള്ള പാവം പെണ്ണുങ്ങൾക്ക് തളർവാദം പിടിപെട്ടിട്ട് ഇത് കഴിയുന്നില്ലല്ലോ. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അല്ലാഹു അക്ബർ. നീ തന്നുകൊണ്ടാണ് ഇതും ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ പറ്റൂല. എന്ത് പറ്റാനാ? അതാണ് ഈ അല്ലാഹു അക്ബർ. അല്ലാഹു വലുത്. അത് ഏറ്റവും ഹൈ ലെവൽ സൂപ്പർലെറ്റീവായിട്ടാണല്ലോ പറയുന്നത്. ഏറ്റവും വലുത്, ചെറുത് എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ ശരീരം പിന്നെ ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ എന്നാണ്. ശരീരം തെറ്റിനോട് ഭയങ്കര ആഗ്രഹമായിരിക്കും. അത് മുഴുവനും പിടിച്ചു നിന്നിട്ട് നമ്മളിലുള്ള നമ്മളീയത്തിനെ തോൽപ്പിച്ച ഒരു സമരത്തിൽ ജയിച്ച ആഘോഷത്തിൻ്റെ പേരാണ് പെരുന്നാൾ. അപ്പോൾ അതിനെ വളരെ സൗന്ദര്യവൽക്കരിക്കുന്ന ഒരു തക്ബീറും അതിനേക്കാൾ ഭംഗിയാക്കുന്ന ഒരു ഫിത്ർ സക്കാത്തും ഒക്കെ അതിനോട് ഇങ്ങനെ ചേർത്ത് വെച്ച് അതിൻ്റെ ഒരു ആശയത്തെ ഇങ്ങനെ സമൃദ്ധമാക്കിയിരിക്കുകയാണ് അല്ലേ. ഈ വർഷം റമളാൻ കഴിഞ്ഞ് നമ്മൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത് മിക്കവാറും വെള്ളിയാഴ്ച കൂടി ആവാനുള്ള ഒരു സാധ്യത, ഒരു ജുമഴയുടെ സന്തോഷദായകമായ ഒരാഴ്ചയിലെ ഒരു വല്ലാത്ത ദിവസം കൂടിയാവുന്ന ഒരു ദിവസമാവാനൊരു സാധ്യത കൂടി ഉണ്ടല്ലോ അല്ലേ. അതെ. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് 2 അവസരങ്ങളാണ്. പെരുന്നാൾ ഓൾറെഡി പെരുന്നാളാണ്, വെള്ളിയാഴ്ച പാവങ്ങളുടെ പെരുന്നാൾ കൂടിയാണ്. അങ്ങനെ ഒരു ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് വന്നതാണ്. ആ ഇടക്ക് ഈ ഉമ്മത്ത് ആചരിച്ചു പോകുന്ന ആചാരങ്ങൾ, അതിനെതിരെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഈ ഉമ്മത്തിൻ്റെ ഐക്യം കളയരുത്, ശിഥിലമാക്കരുത്. പിന്നെ പെരുന്നാൾ വന്നാൽ, വെള്ളിയാഴ്ച പെരുന്നാളായാൽ പെരുന്നാൾ നിസ്കരിച്ചാൽ മതി, ജുമാ വേണ്ട എന്ന് പറയുന്ന ഒരാശയം തീർത്തും ഇത്രകാലം ആചരിച്ചു പോകുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ജീവിതത്തെ തന്നെ തെറ്റായി പറച്ചിലാണ്, തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് സംഭവം. ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ. വെള്ളിയാഴ്ച നിങ്ങൾക്ക് വിളി വന്നാൽ ജുമുഅക്ക് പോകണം എന്നുള്ളത് നിർബന്ധമാണ്.
അത് പെരുന്നാളാണെങ്കിലും അല്ലെങ്കിലും. വെള്ളിയാഴ്ച പെരുന്നാളായതുകൊണ്ട് വേറെ പ്രത്യേകതയൊന്നുമില്ല, ആ നിലക്ക് എന്തില്ല, ജുമയിൽ നിന്ന് മാറ്റമൊന്നും വരുന്നില്ല. ജുമ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഒരു ഫർളായ ബാധ്യതയുള്ള ഒരു കാര്യമല്ലേ, അതെങ്ങനെ ഒരു സുന്നത്തായ കാര്യം കൊണ്ട് ഒഴിവായി പോണത്? അതെപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പരമാവധി നമ്മളുടെ ഉമ്മത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ നോക്കുന്നതല്ലാതെ, നിലനിർത്താൻ നോക്കുന്നതല്ലാതെ നമ്മൾ പുളിയന്മാരാവരുത്. കുറയ്ക്കേണ്ടതില്ല. അല്ലെങ്കിലും വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും എല്ലാവരും ഒരു ഉന്മേഷത്തിലൊക്കെ നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതെ അതെ, നല്ല ഒഴിഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണ്. തീർച്ചയായും നല്ല സാധ്യതകളിൽ പോകുന്നൊരു ദിവസം. ഈ ആഘോഷം ലോകത്ത് പല പ്രതിസന്ധികളും ഉള്ള ആളുകൾ ഉണ്ടായിരിക്കുകയാണല്ലോ നമ്മൾ ഈ ആഘോഷത്തിൽ ഏർപ്പെടുന്നത്. അവരെയൊക്കെ ഓർക്ക കൂടി ചെയ്യുന്ന ഒരു സമയമായിട്ട് ഈ പെരുന്നാൾ സമയം മാറുന്നുണ്ട്. ലോകത്ത് മുഴുവൻ എല്ലാവർക്കും സന്തോഷിക്കാനാകട്ടെ, ആഹ്ലാദിക്കാനാവട്ടെ, ഈ പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കൂടിയാണല്ലോ നമ്മുടെ ഒരു പ്രാർത്ഥനയായി. അതെ അതെ. പിന്നെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ നേടിയെടുത്ത ഒരു കാര്യം പോലും നമ്മൾ എന്താ പറയുക പൊളിച്ചളയരുത്. ഈ പറഞ്ഞ ആശയത്തിൽ നിന്നുകൊണ്ടാണ് ആഘോഷം തന്നെ വരുന്നത്. അപ്പോൾ മറ്റേത് ആഘോഷത്തിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്നു. ഇപ്പോൾ മഹാന്മാർ പറയുന്നുണ്ട്, സവാബുൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹ. ഒരു നന്മ സ്വീകരിച്ചതിൻ്റെ അടയാളാണ് സമാനമായ നന്മ ചെയ്യാനുള്ള അടുത്തൊരു തൗഫീഖ് ഉണ്ടാവുക. അതിൻ്റെ ഒരു തുടർച്ചയാണ് റമളാൻ നോമ്പ് സ്വീകരിക്കുമ്പോൾ ശവ്വാൽ നോമ്പ് നോക്കണമെന്ന് തോന്നും. ഒരു തുടർച്ച ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഖുർആന് ഹത്തുമ് തീരുമ്പോൾ അടുത്ത തുടങ്ങൽ സുന്നത്താണല്ലോ. അപ്പം തന്നെ നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് നാളത്തെ നോമ്പിന് നിയ്യത്ത് വെക്കൽ സുന്നത്തുണ്ടല്ലോ. അപ്പോൾ നോമ്പ് ഉടനെ തന്നെ ഐ ആം റെഡി ഹിയർ. ഞാൻ ക്ഷീണിച്ച് നിർത്തിയതല്ല, നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ പെരുന്നാളും നോമ്പും തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ ഇബാദത്ത് തന്നെയാണ്, ആഘോഷമാണ്, ആഘോഷവും ഇബാദത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിലും ഒരു തുടർച്ചയും ഒരു മുന്നോട്ട് പോക്കും ഉണ്ടാവും തന്നെയാണ്. അത് അപ്പോൾ ഒരു മനസ്സറിഞ്ഞ് ആഘോഷിക്കുന്ന ഒരു പെരുന്നാൾ, അതാണ് വിശ്വാസിയുടെ പെരുന്നാൾ. അങ്ങനെ മനസ്സറിഞ്ഞ് എല്ലാവർക്കും ആഘോഷിക്കാനാവട്ടെ എന്ന് ആഹ്ലാദിക്കാം.